ഹായ്, നമുക്കിന്നൊരു തൈരുള്ളി ഉണ്ടാക്കാം കേട്ടോ. ഉള്ളിത്തൈരെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല, എന്ത് വേണമെങ്കിൽ പറയാം കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ ഒന്ന് പൊട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി കഴിഞ്ഞു. ഇനി നമുക്കതിനകത്തേക്ക് ചെറിയ ഉള്ളി, ഞാൻ ഇതിനകത്തേക്കൊരു 150 ഗ്രാം ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളി അരിഞ്ഞു കൊടുക്കണമെന്നില്ല, ഒന്നായിട്ട് തന്നെ കിടക്കുന്നതാണ് നല്ലത്. ഒരു കാര്യം മറന്നു, 2 വറ്റലും കൊണ്ട് കടുക് വറുക്കുമ്പം മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ലേശം ഒരു 3 കതിർപ്പ് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. ഈ ചെറിയ ഉള്ളി ഒന്നായിട്ടിടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നല്ല ഇടയ്ക്കൊന്ന് കടിക്കുകയും ചെയ്യും. നന്നായിട്ട് അതിനകത്ത് കിടന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലോണം വെന്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒന്നായിട്ടിട്ടത് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേക്കാം. എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴകട്ടെ അല്ലേ. നമുക്ക് നല്ലൊരു ഉള്ളിത്തേര് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്കതിനിടയ്ക്ക് ഒരു കതിർപ്പ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് ഏകദേശം ഒന്ന് വഴന്ന് കിട്ടുമ്പോൾ നമ്മൾ അതിലേക്കൊരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇവരെല്ലാവരും കൂടെ കിടന്ന് അങ്ങോട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പം നമുക്കിതിനെ ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട്, പിന്നെ ഉള്ളി അങ്ങനെ അങ്ങോട്ട് വെന്ത് വരണ്ട. അതിനകത്ത് ഇടയ്ക്ക് ഓരോ കഷ്ണമൊക്കെ കിടക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളി ഇങ്ങനെ വല്ലാതെ എല്ലാം കൂടെ വഴന്ന് വരണ്ട. നമുക്ക് കുറച്ചതിൻ്റെ അകത്ത് ഇത് ഉള്ളിക്കഷ്ണം വെന്തിങ്ങനെ ഒന്നായിട്ട് കിടക്കുന്നതാണ് അതിൻ്റെ ഒരു സുഖമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികളൊക്കെ പൗഡേഴ്സൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. നമ്മുടെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടെ വേണം, കായപ്പൊടി വേണം കേട്ടോ. കായപ്പൊടി ഒരു 1/4 ടീസ്പൂണെങ്കിലും ഇട്ട് കൊടുക്കണം. നമുക്കിവരെ ഒന്ന് ശരിക്കും ഇളക്കി കൊടുക്കാം. മുളക് പൊടി ഞാൻ ലേശം കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. 1/2 ടീസ്പൂൺ പോരായിരുന്നു, കുറച്ചുകൂടെ വേണമായിരുന്നു. അപ്പം ഞാൻ ഇത്തിരി കൂടി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് മുളക് എൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് എണ്ണ ചൂടാകണം. മുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം അതിൻ്റെ പച്ച മണമൊക്കെ മാറി വരണം. പിന്നെ തക്കാളി അതിനകത്ത് ഇച്ചിരി ഗ്രേവി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അത് ഇത്തിരി താമസിക്കും അത് നന്നായിട്ട് മൂക്കാൻ. അതുകൊണ്ട് നമുക്ക് ഇത്തിരി നേരം കൂടെ ഇടാമേ, വെയിറ്റ് ചെയ്യാവേ.
നമ്മുടെ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഫിനിഷിങ് ടച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ തൈരെടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തൈരങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ ആഹാ എന്താ ടേസ്റ്റ് ഈ കറിക്കുന്ന കൂട്ടി തന്നെ അറിയണം കേട്ടോ. അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ എന്താ തൈരിനെ നമുക്കറിയാമല്ലോ, തൈര് നന്നായിട്ട് തിളപ്പിക്കാനൊന്നും പോകണ്ട. നന്നായിട്ട് ഇതങ്ങ് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കങ്ങോട്ട് ഇതിനെ വാങ്ങി വെക്കാം. ഇതിൻ്റെ പേരാണ് തൈരുള്ളി അല്ലെങ്കിൽ ഉള്ളിത്തൈര്. ഉപ്പും പുളിയുണ്ടോ എന്നൊക്കെ നോക്കി നമുക്ക് നന്നായിട്ട്, പക്ഷെ പുളി അധികം ഇല്ലാത്ത തൈരാണ് ഇതിന് ഏറ്റവും നല്ലത് എന്നൊരു ടിപ്പും കൂടെ പറയാനുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ തൈരുള്ളി ഒന്ന് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, കമൻസ്, ഷെയർ കൂടാതെ സബ്സ്ക്രിപ്ഷൻ ഇത്രയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും കാണുക, ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.